അപ്പോൾ നമ്മുടെ പരിപാടിയുടെ അടുത്ത സെഷനിലേക്ക് പോവാണ്. അടുത്ത പൊതുയോഗത്തിനായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ നമ്മുടെ അധ്യക്ഷനായിട്ട് എത്തിച്ചേർന്നിരിക്കണം രാവണി മാഷിനോട് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഈ പരിപാടിയുടെ തന്നെ ആശയമായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഈ ഒരു സംഘാടനത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത പ്രിയേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഇന്ന് വിവാഹ വാർഷികമാണ് രാവണി മാഷിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേകം നമ്മളവരെ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രീമതി രാവണി, പേരെനിക്കറിയില്ല, എന്തായാലും കടന്നിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മാഷിൻ്റെ രാവണിയേട്ടൻ്റെ കവിതാ പുസ്തകം രാ എന്നുള്ളതിൻ്റെ മുല്ലനേഴി മാഷിൻ്റെ കുടുംബത്തിന് സമർപ്പിച്ചുകൊണ്ട് അത് പ്രകാശിപ്പിക്കുകയാണ്. ആ ഒരു ചടങ്ങും കൂടിയാണ് അടുത്ത് നടക്കുന്നത്. രാവണിയേട്ടൻ ഇപ്പോൾ വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഇതിലേക്ക് രാവണിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കടന്നിരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ചായ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചായ കഴിക്കുന്നവർ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് വിളമ്പുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വേണ്ടവരൊന്ന് പറയാം, അല്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിൽ ഒരു പ്രകാശകനുണ്ടാവും, പക്ഷേ ഇതിൽ അങ്ങനെയില്ല. അത് എഴുതിയ ആൾ തന്നെയാണ് മുല്ലനേഴി മാഷിൻ്റെ കുടുംബത്തിന് നൽകിയ ആ പുസ്തകം പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് കുടുംബാംഗങ്ങളിൽ ദിലീപൻ, നീലിമ, ആദിത്യനൊക്കെ സ്റ്റേജിലേക്ക് വരണം. പ്രദീപ് കൂടെ വന്നതാണ് പറയാം. കാരണം അത് കുടുംബത്തിന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു രാവണിയേട്ടൻ്റെ ഏറ്റവും. ആ പുസ്തകത്തെക്കുറിച്ചും അതിനുള്ള മുല്ലമാഷിൻ്റെ ഓർമ്മകളെക്കുറിച്ചൊക്കെ രാവണിയേട്ടൻ കുറേ പറയാനുണ്ട്. അവിടെ സ്റ്റേജിലേക്ക് ധൈര്യമായിട്ടൊന്ന് പറയാം, ഇരിക്കുക. രാവണിയേട്ടനെ ക്ഷണിക്കും. അപ്പോൾ ആദ്യം പുസ്തകം, ഏറ്റവും പുതിയ പുസ്തകമാണ് രാവണിയേട്ടൻ്റെ ഏറ്റവും പുതിയ പുസ്തകം രാ എന്ന് പറയുന്ന കവിതാ സമാഹാരം പ്രകാശിപ്പിക്കാൻ പ്രിയപ്പെട്ട രാവണിയേട്ടനെയും സ്വീകരിക്കാൻ മുല്ലനേഴി മാഷ കുടുംബ അംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കും. സുഹൃത്തുക്കളെ, മുല്ലമാഷിനെ കുറിച്ച് ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. 8-9 ലേഖനങ്ങൾ, ഒരു കവിത. ആ കവിത മുല്ലമാഷുള്ളപ്പോൾ തന്നെയാണ് എഴുതിയത്. ആ കവിത മാതൃഭൂമിയിൽ വന്നതാണ്. ആ കവിത എഴുതിയിട്ട് ഞാൻ ഒരു ദിവസം മുല്ലനേഴി മാഷെ കേൾപ്പിച്ചു. മാഷ് ചൂടായി, ഇത് ഞാനല്ല, എന്നെക്കുറിച്ചല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ കവിത ചൊല്ലിയിട്ടില്ല.
ഈ ദിവസത്തിൻ്റെ യാദൃച്ഛികത ഇവിടെ നേരത്തെ പ്രിയം പറഞ്ഞു. മുല്ലമാഷ ജന്മദിനമാണ്, എൻ്റെ വിവാഹ ദിനവുമാണ്. '84 മുല്ലമാഷാണ്. ഞങ്ങൾക്ക് വണ്ടി വിളിച്ച് വരേണ്ട ദൂരമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് നേരെ നോക്കിയാൽ കാണുന്ന വീട്ടിലാണ് ഭാര്യ വീട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നാൽ പിന്നെ ആർക്കും വിളിക്കില്ലേ എന്ന് മാഷയുടെ അത്യുച്ചത്തിലുള്ള ശബ്ദം. മാഷാണ് ആ സംഘനായകൻ. മാഷാണ് ആർക്കും വിളിച്ച് എല്ലാവരും നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ വരൻ്റെ സംഘം വധുഗ്രഹത്തിലേക്ക് കയറി ചെല്ലുന്നു. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും മാഷ് കൂടെ നിന്നിട്ടുണ്ട്. എത്ര എഴുതിയാലും തീരാത്ത വിധത്തിൽ മുല്ലമാഷുണ്ട്. മുല്ലമാഷെക്കുറിച്ചൊരു ഓർമ്മ പറയണം എന്ന് പറഞ്ഞിട്ട് പ്രിയം പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ തുടങ്ങി. ഒരു 3-4 വാചകം കഴിഞ്ഞപ്പോഴേക്കും സംഗതി നിന്നു, പിന്നെ പറയാൻ പറ്റാണ്ട്. എൻ്റെ ഒരു കാവ്യജീവിതം, അതിൻ്റെ ആ കാവ്യജീവിതം പ്രകാശനം ചെയ്തത് മുല്ലനേഴി മാഷാണ്. പുസ്തകമല്ല എൻ്റെ കാവ്യജീവിതം. കലവറയില്ലാത്ത സ്നേഹമാണ്. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെയാണ് മാഷ് എല്ലാവരെയും സ്വീകരിച്ചത്. ഇപ്പം മാഷകളും ജൂനിയറാണ്, ചെറുപ്പമാണ്, കുട്ടിയാണ് എന്നുള്ളതിനൊരു അകൽച്ചൊന്നുമില്ല. എൻ്റെ ഒരു കവിത, ഞാൻ ആദ്യം ഒരു കവിത കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതിയിട്ട് മാഷക്ക് വായിക്കാൻ കൊടുത്തു. നാട്യാസറിൽ ഞങ്ങൾ കവിയരങ്ങിന് പോയി തിരിച്ചു വരുമ്പോഴാണ് പേരാലെന്നാൽ എന്താണ്, അലെന്നാൽ എന്തെന്നറിയൂല എന്നാരംഭിക്കുന്ന ഒരു കവിതയാണ്. ആ കവിത മാഷ അത് കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, കവിത ഒന്ന് തരാൻ പറഞ്ഞു. ഞാനത് കൊടുത്തു. വളരെ ആകാംക്ഷയോടുകൂടി മാഷ എന്താണ് പറയുക എന്നറിയാൻ ഞാൻ കാത്തുനിന്നു. മാഷ മടക്കി തന്നിട്ട് പറഞ്ഞു, എനിക്കിതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ കവിത പിന്നെ ആരും കേൾപ്പിച്ചിട്ടില്ല, കാട്ടിയിട്ടില്ല. അങ്ങനെ ആരും പറയില്ല, തരക്കേടില്ല എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ മാഷ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. 80 എൻ്റെ ആദ്യത്തിലോ 79 ആണ് വാടാനപ്പള്ളി വെച്ച് ഒരു കവിയരങ്ങ്, ജീവൻ കലാവേദിയുടെ കവിയരങ്ങ്. വലിയവരെല്ലാവരും ഉണ്ട്. സച്ചിദാനന്ദ മാഷ്, KGS, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, മുല്ലമാഷ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്. കേരള സെക്കൻഡ് BA വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ കവിത വായിച്ച കവിതയും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ. ആ കവിത അവളുടെ ആ സദസ്സിൽ തന്നെ വല്ലാത്തൊരു അനക്കൊക്കെ ഉണ്ടാക്കി. സദസ്സിന് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി വല്ലാത്തൊരു അസ്വസ്ഥയൊക്കെ ഉണ്ടാക്കി. ബാലേന്ദ്രൻ ചുള്ളിക്കാട് എണീറ്റ് എൻ്റെ ചില പരാമർശങ്ങളോട് വളരെ കോപാകുലനായി പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി. ആ ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് ഞാനും ബാലനും ആജീവനാന്ത സുഹൃത്തുക്കളായി മാറിയത്. ആ കവിത വായിച്ചു കഴിഞ്ഞിട്ട് മുല്ലമാഷ് എൻ്റെ കയ്യിൽ നിന്ന് കവിത മേടിച്ചു കൊണ്ടുപോയി. മാഷ് കൊണ്ടുപോയിട്ട് മാഷ് ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ആൾക്കാരുടെ മുമ്പിൽ കവിത വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ തൃശ്ശൂരിൽ എൻ്റെ കവിത ഒരു സംഭവമായി തീരുന്നത് ഞാൻ വായിച്ചിട്ടല്ല, മുല്ലമാഷ് കൊണ്ടുപോയി കേൾപ്പിച്ചിട്ടാണ്. TG രവിക്ക് അങ്ങനെയാണ് എൻ്റെ പേര് ആദ്യം കേൾക്കുന്നത്. ഒരു ദിവസം മുല്ലമാഷ് പറഞ്ഞു, തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ എനിക്കന്ന് ഞാൻ SFIയുടെ അവകാശ സമര പ്രഖ്യാപന കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഞാൻ പോവുകയാണ്. മാഷ് പറഞ്ഞു ഞാനും വരാം. അങ്ങനെ മാഷും ഞാനും കൂടി തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്കുള്ള എൻ്റെ ഒരു ആദ്യ യാത്രയാണ് അതെന്ന് തോന്നുന്നത്. എന്നിട്ട് കലാകൗമുദിയിൽ പോയി, എന്നെ കൊണ്ടുപോയി. എനിക്കാകെ ഭയമാണ്. ഞാൻ അത്തരം സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോകാം. നമ്മുടെ വായനക്കാരുടെ കത്തിൽ പോലും നമ്മുടെ പേര് വരാത്തൊരു കാലം. മുല്ലമാഷ് ഇത് കൊടുത്തു, ജയചന്ദ്രനാരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് തൃശ്ശൂരിലൊരു തീയാണ്, എനിക്കിത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല, എന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജയചന്ദ്രനാഥ സാർ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് കൊടുക്കാൻ നോക്കി, ഇപ്പോൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. കവിത വരുന്നില്ല യാതൊരു വിചാരം എനിക്കുണ്ടായില്ല. അന്ന് ഇന്നത്തെ കലാകൃതിയല്ല, അത് ഏറ്റവും പുതിയ ഏറ്റവും നല്ല സാഹിത്യ രചനകൾ കവിതയൊക്കെ വരുന്നൊരു കാലം. ബാലേന്ദ്രനും ആ വക ആൾക്കാരെല്ലാവരും
നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ എന്നെപ്പോലെ ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശനം കിട്ടാൻ വെച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷെ 2 പേജ് നിറയെ കലാകൗമുദി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇല്ലസ്ട്രേഷൻ അടക്കം ആ കവിതയിൽ പറയുന്ന സംഭവങ്ങളെല്ലാം ചിത്രീകരിച്ചുകൊണ്ടുള്ള നിറയെ ചിത്രങ്ങളും ഒക്കെ ആയിട്ടാണ് കവിത വന്നത്. അപ്പോൾ അവിടെ വെച്ച് വേറെ സംഭവം ഉണ്ടായി. ഞാനന്ന് രാവുണ്ണിയല്ല. ഞാൻ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു പേരാണ് രാവുണ്ണി എന്നുള്ളത്. കാരണം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്കെല്ലാം മോഹനചന്ദ്രൻ, അംബുജാക്ഷൻ എന്ന പേരുള്ളപ്പോൾ എൻ്റെ പേര് രാവുണ്ണി എന്നാണ്. ഈ രാവുണ്ണി എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരുടെ പേരാണ്. എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ പേരാണ് രാവുണ്ണി എന്നുള്ളത്. അപ്പം ഞാൻ മാത്രം പഴഞ്ചനായ ഒരാൾ. ബാക്കിയുള്ളവർക്ക് ഗംഭീര മോഡേൺ പേര്. ഏറ്റവും ചെറിയ പേര് മോഹൻ എന്നുള്ളതാണ്. ഈ പേര് ആൾക്കാരെ കേൾപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാഹിത്യകാരനാവണമെങ്കിൽ ഒരു തൂലികാരണം വേണമല്ലോ. അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഉണ്ടാക്കി, ഒരുപാട് പേര്. എൻ്റെ അവസാനം ഉറച്ചത് CR അരിമ്പൂർ എന്നുള്ളതാണ്. ആ പേര് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ സാമാന്യം ആ പേരിൽ അറിയപ്പെടും. എക്സ്പ്രസ്സിലൊക്കെ അന്ന് സ്ഥിരമായിട്ട് എഴുതും. അപ്പോൾ മുല്ലമ്മാഷ്ക്ക് പക്ഷേ പേര് കണ്ടുകൂടും. മുല്ലമ്മാഷ് എപ്പോൾ എൻ്റെ പേര് പറയണം അപ്പോഴൊക്കെ ചൂടാകും. എന്നൊരു കലാമതി വെച്ചിട്ട് മാഷ് പറഞ്ഞു. അപ്പോൾ ചേട്ടനെന്ന് ചോദിച്ചാൽ എന്താ ശരിക്കും പേര് എന്ന് ചോദിച്ചു. മുല്ലമ്മാഷോട് ചൂടായി. മുല്ലമ്മാട്ട് പറഞ്ഞപ്പോൾ വെറുതെ വെക്കണതാ ഈ നല്ലൊരു പേരാണ് രാവുണ്ണി. അപ്പോൾ സാർ പറഞ്ഞു ജനനാട് പറഞ്ഞു ശരിയാണല്ലോ, നല്ല പേരാണല്ലോ. ആ പേരിൽ വേറൊരു കവിയില്ലല്ലോ. മുല്ലമ്മാഷി കവിത ഇങ്ങനെ മേടിച്ച് എൻ്റെ പേര് വെട്ടി. ഏത് വെട്ടി? ഞാൻ വളരെ കഷ്ടപ്പെട്ട് അനേക വർഷങ്ങൾ ചിലവഴിച്ച് എൻ്റെ CR കൂടി വെട്ടിയിട്ട് അവിടെ രാവുണ്ണി എഴുതി. രാവുണ്ണി നല്ല ഇത് കൊടുത്തു. അച്ചടിച്ച് വരുമ്പോൾ എൻ്റെ ഇനീഷ്യലില്ല, ഒന്നുമില്ല. ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ. രാവുണ്ണി ഈ പേര് ആരും കേട്ടിട്ടില്ല. അപ്പം അത് ആ ഒരു കാലം സൂര്യകാന്തി പൂക്കൾ സൂര്യനിലേക്ക് എന്ന പോലെ എല്ലാ മനസ്സുകളും കവിതയിലേക്ക്, കലയിലേക്ക് വിടർന്നിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇതാരാണ് എന്ന് എല്ലാവരും ചോദിച്ചു. ആർക്കും അറിഞ്ഞൂടാ ഈ പേര്. അങ്ങനെയാണ് ഒരു കുഞ്ഞ് പിറന്ന് വീഴുന്ന പോലെ 1980 ഞാൻ പിറന്നു. മുല്ലമാഷ്ക്ക് ജജന്മാർ അയച്ചൊരു കത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. മുല്ലമാഷ് എനിക്ക് കാണിച്ചു തന്നത് നല്ലൊരു ചെറുപ്പക്കാരൻ, ഗംഭീരമായ കവിത എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ തന്നെക്കാൾ എത്രയോ ചെറിയവനായ ഒരാളുടെ കവിത അതെടുത്തു കൊണ്ടുപോയി തൻ്റെ കവിതയേക്കാൾ വലുതായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്ന വേറൊരാൾ ലോകത്തുണ്ടാവില്ല മുല്ലമാഷ് ഒഴിച്ച്. അപ്പോൾ മുല്ലമാഷ് ഒരു കണ്ടെത്തലാണ് ഞാൻ എന്ന് പറയാം. മുല്ലമാഷിൻ്റെ കാരുണ്യമാണ് ഞാൻ എന്നും പറയാം. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. മാഷ് കൈപ്പിടിച്ചാണ് നടന്നത്. ഒരുപാട് കാര്യം പറഞ്ഞു. ഞാൻ 5-8 ലേഖനം എഴുതി മാഷെ കുറിച്ച് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും മാഷ് എങ്ങനെയാണ് എന്നെ കാത്തത്, എന്നെ ബാക്കി നിർത്തിയത് എന്ന് പറയേണ്ടത് ഒരു കുറേ പറയേണ്ട. അങ്ങനെ നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും കാത്തു നിന്നു. ജീവിതത്തിൽ കാവൽ എനിക്കെന്നല്ല, എല്ലാവരോടും തന്നെക്കാൾ ചെറിയവരോട് എല്ലാവരോടും സമന്മാരെ പോലെ. മക്കളോടും അങ്ങനെയാണ്. മക്കളോട് പെരുമാറുന്ന പോലെയല്ല, കൂട്ടുകാരെ പോലെയാണ് പെരുമാറിയിട്ട്. ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. അത് മാഷ എഴുതാതിരുന്ന ഒരു കാലം. ഞങ്ങളെല്ലാം ഒരു കവിത കഷ്ടപ്പെട്ട് എഴുതി മാഷ വായിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാഷ 5 എണ്ണം തരിക. അത്രയധികം കവിത നിറഞ്ഞ മനസ്സാണ് മാഷ. നേരത്തെ പറഞ്ഞില്ല, ആശുപത്രി കിടക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് എഴുതി. ആ വരികൾക്ക് ഓരോ പൂവും അല്ലേ, എത്ര ഗംഭീരമായിട്ടാണ് ഓരോ വാക്കും വരുന്നത്. അങ്ങനെ കവിത നിറഞ്ഞൊരു മനസ്സാണ്. പക്ഷെ മാഷ് കവിത എഴുതാത്തൊരു കാലമാണ്. അപ്പോൾ കവിത എഴുതാതിരുന്നത് മാത്രമല്ല, മാഷ് കാര്യക്കെല്ലാവർക്കും അറിയാലോ. മാഷ എല്ലാവർക്കും കാണും. മാഷ് കാണുന്ന ഇടങ്ങളെല്ലാം വാർത്തയാവും. വീട്ടിലേക്ക് ഇപ്പോഴത്തെ വാർത്ത കിട്ടും. അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ഇങ്ങനെ കണ്ടു. അപ്പോൾ പ്രദീപന് ഒരു ദിവസം മാഷോട് തിരിച്ചൂടെ, കവിത ഒന്നും എഴുതുന്നില്ല, കവിത ഒന്നുമില്ല, ഇതൊക്കെയാണ് പിന്നെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചൂടായി. കവിത ഒന്നും എഴുതാറില്ല എന്നതാണ് പ്രദീപിൻ്റെ ആക്ഷേപം. പിറ്റേ ദിവസം രാവിലെ മുല്ലമാഷ് കവിത എടുത്തിട്ട് പ്രദീപിൻ്റെ കയ്യിൽ കൊടുത്തു. ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് ആർക്കാണ് എന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുക എന്നാ പറഞ്ഞു. ആ കവിതയുടെ പേര് നേരിയെന്നാണ് അല്ലേ. ആ
കവിതയുടെ അവസാനം ഗംഭീരമായൊരു കവിതയാണത്. അതിൻ്റെ അവസാനത്തിലൊരു വരിയുണ്ട്: കവിത കൊണ്ട് എൻ്റെ കണ്ണ് കെട്ടാൻ വരും കവികളെ വിട കത്തുന്നു ജീവിതം എന്നാണ്. അതുകൊണ്ടാണ് കവിത എഴുതാതെ അശാന്തനായി അലഞ്ഞു നടന്നത്. ആ വരിയിലുണ്ടത്: കവിത കൊണ്ട് എൻ്റെ കണ്ണ് കെട്ടാൻ വരും കവികളെ വിട കത്തുന്നു ജീവിതം. ഇത് വായിച്ചിട്ട് അപ്പം തന്നെ ഞാൻ മറുപടി ആയിട്ട് മാർക്ക് 2 വരി എഴുതി അയച്ചു കൊടുത്തു. കവിത കൊണ്ട് എൻ്റെ കൺ തുറക്കാൻ ബുദ്ധകവികളെ വരൂ കത്തുന്നു ജീവിതം എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. പക്ഷെ മാഷ് ജീവിച്ച ജീവിതത്തെ മായ്ക്കാൻ ജീവിതമുണ്ടാക്കിയ സങ്കടം മായ്ക്കാൻ എൻ്റെ ഈ വരിയുടെ സാന്ത്വനം ഒട്ടും കാര്യമായില്ല. ജീവിതത്തിൽ ഇങ്ങനെ അലഞ്ഞു നടന്നും ചീത്ത പറഞ്ഞു ശാസിച്ചും നടന്നൊരാൾ അതിന് നേർ വിപരീതമായി ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിക്കുകയും തൻ്റെ അങ്ങേയറ്റവും വാത്സല്യവും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പരിചയക്കാരെ മുഴുവൻ ആലിംഗനം ചെയ്തൊരു കാലയളവിലാണ് മാഷ് നമ്മളെ വിട്ടുപോയത്. മാഷ് സാഹിത്യ അക്കാദമിയിലെ അവസാനത്തെ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുണ്ട്. മാഷെ പോയി കാണാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. പോകേണ്ടത് ഞാൻ കുറേ നേരം ആലോചിച്ചു. പിന്നെ ആ പരിപാടിക്ക് എന്നെ വിളിക്കാത്തതുകൊണ്ട് എൻ്റെ ഈഗോ ആണ്. എന്നെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പഠിച്ചുകൂടെ കടന്നുപോയി. മാഷോടെ ഉണ്ടെന്നറിയാൻ ഞാൻ പോയില്ല. പിറ്റേ ദിവസം അന്ന് രാത്രി പറയുകയാണ്: പറഞ്ഞത് അപ്പോൾ നമ്മുടെ എൻ്റെ കാവ്യ ജീവിതത്തിന് തുടക്കമിട്ട അത് പ്രകാശനം ചെയ്ത മുല്ലം മാഷ ഓർമ്മയ്ക്കാണ്. അടുത്തത് ഭാഷയെക്കുറിച്ചുള്ളൊരു ചെറിയ ചലച്ചിത്ര സഞ്ചാരങ്ങളെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. സുരേഷ് ഏട്ടൻ അതിനെക്കുറിച്ച് പറയും. സുരേഷ് നാരായണനാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ തരത്തിൽ ഒരുപാട് ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള ഈ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുള്ള ഒരു ഡയറക്ടറാണ്. ഇരട്ട ജീവിതം എന്ന് പറയുന്നൊരു സിനിമ കൂടെ സുരേഷ് സംവിധാനം ചെയ്തിട്ടുണ്ട്. സുരേഷിൻ്റെ ഇതിൻ്റെ ശേഷം നമുക്ക് രാവണേട്ടൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ ഭാഗമായും മുല്ലമ്മാഷയുടെ ഓർമ്മ നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു മധുരം നമ്മൾ തരാം. ഈ പ്രഭാഷണത്തിനിടയിൽ കഴിഞ്ഞിട്ട് അത് തരാം. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡോക്യുമെൻ്ററി തുടങ്ങുകയും ചെയ്യാം. അത് നിങ്ങൾ ഇതിനിടയിൽ അത് കഴിച്ചു.